ഈ ശബ്ദപദ്ധതിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ എല്ലാ ശ്രോതാക്കൾക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കേരള ഗോസ്ബൽ ടീമിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്രയാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഈ പ്രദേശത്ത് കടന്നു വരുവാനും നിങ്ങളെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ദൈവം ഈ പ്രദേശത്തെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ധർമ്മത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ലോകത്തേക്ക് നോക്കിയാൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ അലഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇവിടെ ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും കുടുംബത്തിനകത്ത് സമാധാനമില്ല, സന്തോഷമില്ല. അങ്ങനെ വന്ന് ഓരോ ദിവസവും ആത്മഹത്യയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തില് മനുഷ്യന് ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഈ ദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ പറയാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് ലഹരി വിരുദ്ധ സന്ദേശയാത്രയാണ്. ലഹരിക്കെതിരെ ശക്തമായി പോരാടുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്. ജീവിതത്തിന്റെ അകത്ത് ഇന്നു വരെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ അലയുന്ന ഒരു ജീവിതമാണെങ്കിൽ അതിന് യഥാർത്ഥമായ കാരണമെന്ന് പറഞ്ഞാൽ അവൻ ഏതോ ഒരു ലഹരിക്ക് അവൻ അടിമയായി തീരും. ഒന്നുകൂടെ ഉറപ്പായിട്ട് പറഞ്ഞാൽ അവനൊന്നെങ്കിൽ ഒരു മദ്യപാനത്തിനാണ് അടിമയായിരിക്കാം, അല്ലെങ്കിൽ കഞ്ചാവിന് അടിമയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര ലഹരി അടിമയായിക്കൊണ്ട് അവന് ജീവിതം മുന്നോട്ട് പോകുകയാണ്. ഞങ്ങളൊരു കാര്യം ചിന്തിച്ച് ഒരിക്കലും നമുക്കത് അറിയപ്പെടുന്ന ഒരു സംഭവമായിരുന്നു ടൈറ്റാനിക് എന്ന കപ്പലിന്റെ വൻ ദുരന്തം. ഈ കപ്പലിന്റെ ദുരന്തം എന്ന് പറഞ്ഞാൽ, ഈ കപ്പലിന്റെ ദുരന്തത്തിന്റെ ഏറ്റവും കാരണം എന്ന് പറഞ്ഞാൽ അത് പുറപ്പെടുന്നതിന് മുമ്പ് അതിനിങ്ങനെ മുന്നറിയിപ്പ് ലഭിച്ചു. നിങ്ങൾ കടന്നു പോകുന്ന സ്ഥലത്ത് വളരെയേറെ സൂക്ഷിക്കണം, മഞ്ഞു മലകൾ അവിടെ ഉണ്ട് എന്ന് പറയാനിട വന്നു. എന്നാൽ അതിന്റെ ക്യാപ്റ്റൻ പറഞ്ഞു, ദൈവം തമ്പുരാൻ പോലും നോക്കിയാൽ തകർക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കന്യയാത്രയിൽ തന്നെ തകർന്ന തരിപ്പണമായ ഒരു കപ്പലാണ് ടൈറ്റാനിക്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അതിന് മുന്നിൽ വെച്ചിരുന്ന ഒരു മുന്നറിയിപ്പിനെ അവർ അവഗണിച്ചു കളഞ്ഞു. ആ മുന്നറിയിപ്പിനെ അവഗണിച്ചു കളഞ്ഞതുകൊണ്ട് അനേക ആയിരങ്ങൾ അറ്റ്ലാന്റ സമുദ്രത്തിൽ താഴ്ന്നു പോകുവാനിട വന്നു. അതുകൊണ്ട് ഞങ്ങൾക്കും ഈ ദേശത്തോട് ചില മുന്നറിയിപ്പുകൾ പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് മുന്നറിയിപ്പ്? വ്യക്തിപരമായിട്ട് ഈ നാളിൽ നീ ഇങ്ങനെ മുന്നോട്ട് പോയാൽ നിന്റെ കുടുംബം തകർന്നു പോകുമെന്നൊരു മുന്നറിയിപ്പ്. രണ്ടാമത്തെ മുന്നറിയിപ്പ്, നിന്റെ തലമുറ നാശത്തിലേക്ക് പോകും എന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പ്. അത് മാത്രമല്ല, ജീവിതത്തിന്റെ അകത്ത് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ നീ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പ് ഈ ദേശത്തോട് വിളിച്ചു പറയുന്നതിന് ഞങ്ങൾ വളരെ വേദനയോടെയാണ് ഞാൻ വിളിച്ചു പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് വിളിച്ചുള്ള കാരണം എന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്ത് മാറ്റം വരുത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ, അനേകർ സമാധാനം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ, ഒന്നെങ്കിൽ ഒരു മുഴ കയറിന്റെ അകത്ത് ഈ ലോകത്തെ ജീവിതം ഇവിടെ അവസാനിക്കുന്നു, അല്ലെങ്കിൽ അല്പം വിഷമെടുത്ത് ആ വിഷത്തിന്റെ അകത്ത് അവരുടെ ജീവിതം ഇവിടെ അവസാനിക്കുക. എന്നാൽ സ്നേഹിത, ഇന്ന് പകൽ ഈ ദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വിളിച്ചു പറഞ്ഞ കാര്യമുണ്ട്. നിന്റെ ജീവിതത്തിന്റെ അകത്ത് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ നിന്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്ന് ആത്മഹത്യ ചെയ്യാൻ അവസ്ഥയിരിക്കുന്ന ദേശത്തോട് വിളിച്ചു പറയുക, ആത്മഹത്യ പരിഹാരമായ ഒരു മാർഗമുണ്ട്. ആ മാർഗമാണ് സുവിശേഷം. എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ? അതിന്റെ ഒറ്റ വാർത്ത ഇതേ ഉള്ളൂ. സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വാർത്ത, സുവാർത്തയാണ് സുവിശേഷം. ഈ സുവിശേഷം ഏത് സ്ഥലത്തും എവിടെയും നിന്ന് ചങ്കുറപ്പോടെ പ്രസംഗിക്കാൻ കഴിയുന്ന ഒരു മാർഗമാണ് സുവിശേഷം. ഈ സുവിശേഷം ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് നാളുകളായി മദ്യപാനത്തിനും ലഹരിക്കും അടിമയായിരിക്കുന്ന എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഈ ആത്മഹത്യ മാത്രം കരുതിയിരിക്കുന്നുവെങ്കിൽ, ജീവിതത്തിൽ സമാധാനം തരാനും സന്തോഷം തരാനും കഴിവുള്ള ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗത്തിന്റെ പേരാണ് സുവിശേഷം. അതാണ് സുവിശേഷം എന്ന് ഞാൻ പറയാൻ കാരണം. ഈ സുവിശേഷത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒത്തിരി ആൾക്കാർ പറയാറുണ്ട്, നിങ്ങൾ മതം മാറ്റുന്നവരാണ്.
മതം മാറ്റുന്ന പരിപാടിയാണ് സുവിശേഷം. അതാ പറയാം, സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുന്ന പരിപാടിയല്ല സുവിശേഷം. പിന്നെയോ രോഗസൗഖ്യമല്ല സുവിശേഷം. പിന്നെയോ നിന്റെ ജീവിതത്തിന്റെ അകത്ത് മാറ്റം വരുത്തുന്ന മാർഗമാണ് സുവിശേഷം. ഒന്നും കൂടെ ആഴമായിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ പറയും, നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പറയും, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ഒരുവരുണ്ട്, അവന്റെ പേരാണ് യേശു. അവനെയാണ് ഈ ദേശത്ത് ഞങ്ങൾ ഇന്ന് പകൽ ഉയർത്താൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ ദേശത്ത് നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നുന്ന കാര്യമുണ്ട്. നമ്മുടെ നല്ലൊരു ഓണമൊക്കെ കഴിഞ്ഞു പോയി. ഓണമെല്ലാം കഴിഞ്ഞ് ആ ദിവസങ്ങളെല്ലാം കഴിഞ്ഞ് ആ സമയത്തൊക്കെ ഒത്തിരി സന്തോഷമൊക്കെ അനുഭവിച്ചതൊക്കെ നമ്മൾ പറയുകയാണ്. നമ്മൾ പണ്ടിങ്ങനെ പാടിയില്ലേ, മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ ആമതത്തോടെ വസിക്കും കാലം ആപത്തങ്ങ് ആർക്കും മുട്ടില്ലതാലും ആദികൾ വ്യാധികൾ ഒന്നുമില്ല ബാല മരണങ്ങൾ കേൾപ്പാനില്ലെന്നൊക്കെ നമ്മൾ പണ്ട് പാടിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ദേശം നിന്നിട്ട് പറയാം, നമ്മൾ പഴയ കഥകളായിട്ട് ഇങ്ങനെ പറയുന്നു, മഹാബലി ഈ നാട് വാണിരുന്നു, അങ്ങനെയാണ് ഇവിടെ കള്ളവില്ല ചതിവില്ലെന്നൊക്കെ നമ്മൾ പഠിച്ച ചരിത്രമുണ്ട്. എന്നാൽ ഇന്ന് പകല് ഈ ദേശത്ത് നിന്നുകൊണ്ട് പറയും, ഒരു മഹാബലിയായി തീർന്ന ഒരുവനുണ്ടെങ്കിൽ അവന്റെ പേര് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അവൻ എങ്ങനെയാണ് മഹാബലിയായി തീർന്നെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇതാണ്. മഹാബലി എന്ന് പറഞ്ഞ മനുഷ്യൻ കേരളത്തിന് വേണ്ടി മാത്രം ബലിയായി തീർന്നെന്ന് പറയുകയാ. എന്നാൽ ഞാൻ ഉയർത്തി കാണിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അവൻ ഒരു പ്രത്യേക സ്ഥലത്തിലാണ്, പ്രത്യേക കേരളത്തിന് വേണ്ടി മാത്രമല്ല, അവൻ ലോകത്തിന്റെ രക്ഷിതാവാണ്. സർവജനത്തിനും വേണ്ടി ഒരു മഹാബലിയായി തീർന്ന ഒരുവനുണ്ടെങ്കിൽ അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് സമാധാനം തരാൻ, സന്തോഷം തരാൻ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ അത് നടക്കുകയുള്ളൂ എന്ന കാര്യം മറന്നു പോകരുത്. ചില ആളുകളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, മദ്യപിക്കുന്ന ആളുകൾ കഴിഞ്ഞ ഒരാളോട് ഇങ്ങനെ പറഞ്ഞു, ഇപ്പം മദ്യപാനമൊക്കെ നിർത്താൻ വേണ്ടി ഒത്തിരി കണ്ടുപിടുത്തങ്ങളൊക്കെ ശാസ്ത്രം കണ്ടുപിടിച്ചു, അല്ലേ? ശാസ്ത്രം കണ്ടുപിടിച്ചു. ആ കണ്ടുപിടുത്തത്തിന്റെ അകത്തൊക്കെ അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചതൊക്കെ ചെയ്തു. പക്ഷെ അവർ പറയുന്നു, ഒരു ഗുളിക ആക്കി ഈ മദ്യപിക്കുന്ന മനുഷ്യൻ അറിയാതെ എന്ത് ചെയ്യുന്നറിയുമോ, ആ കഴിക്കുന്ന ആഹാര പദാർത്ഥത്തിന്റെ അകത്തിട്ട് ഈ മനുഷ്യന് കൊടുക്കും. അങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ചയായി അങ്ങനെ തന്നെ മദ്യപാനമൊക്കെ നിർത്തി. വലിയ സന്തോഷമായി, ആ കുടുംബത്തിൽ വലിയ സന്തോഷമായി. ഈ മദ്യപാനമൊക്കെ നിർത്തുമ്പോഴല്ലോ കുടുംബത്തിനകത്ത് സന്തോഷമുണ്ടെന്ന് അറിയാമോ? പക്ഷേ ഈ സന്തോഷമുണ്ടല്ലോ, ഈ ഗുളിക കൊണ്ട് കഴിക്കുന്ന ആ സന്തോഷമുണ്ടല്ലോ, ഒരു ദിവസം ഒരു മാസമൊക്കെ അങ്ങ് നിൽക്കും. ഒരു മാസം കഴിഞ്ഞങ്ങ് കഴിയുമ്പോഴല്ലോ പിന്നെയും ആ മനുഷ്യൻ മദ്യപാനം ആരംഭിച്ചു. അങ്ങനെ മദ്യം ആരംഭിച്ച് കഴിഞ്ഞാലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്ന് പറയാമോ, പിന്നെ അത് കഴിച്ച് തന്റെ സമനില തെറ്റിപ്പോഴും അവസാനം അതൊരു മാനസിക രോഗിയെ തീർന്ന എത്ര കുടുംബങ്ങളെ നമുക്കറിയാൻ കഴിയും. അതിന് കാരണമെന്ന് ചോദിച്ചാൽ, അല്പനേരായി ഈ മദ്യപാനം മാറ്റുവാൻ വേണ്ടി ഗുളികയിൽ കൂടി കഴിക്കുന്ന ഈ പിന്നെ മദ്യത്തോട് എതിർപ്പ് തോന്നുമ്പോൾ ആ ഗുളികയുടെ ശക്തി നഷ്ടപ്പെട്ടു തീരുമ്പോൾ പിന്നെയും അവർ മദ്യപിച്ച് അവരുടെ ജീവിതം പിന്നെയും വലിയ അവസ്ഥയിൽ മാറിക്കൊണ്ട് അനേകം എത്ര സ്ഥലങ്ങളില ഭ്രാന്തന്മാരെ നടക്കുന്ന കാര്യവും ജനങ്ങൾ മറന്നു പോകരുത്. എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും 1-2 ദിവസം കൊണ്ട് തീരുന്ന മാർഗമല്ല. ഈ സുവിശേഷം എവിടെ പ്രസംഗിച്ചാലും ഏത് സ്ഥലത്തും ചങ്കുറപ്പോടെ പ്രസംഗിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ, എത്ര വലിയ ലഹരിക്ക് അടിമയ മനുഷ്യനെ മാറ്റം പറ്റിയ മാർഗമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. അതുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്ന ഞങ്ങളുടെ ദൈവസ്ഥന്മാരുടെ കയ്യിലോട്ട് മൈക്കൊക്കെ കൈമാറി അവരും പറയും, ഒരു കാലത്ത് നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കൊക്കെ ഭാരമായി ജീവിച്ചവരാണ് ഞങ്ങള്. അതുപോലെ പോലീസുകാർക്ക് തലവേദനയായി ജീവിച്ചവരാണ് ഞങ്ങള്. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഈ സുവിശേഷത്തിന്റെ വക്താവായി നിന്നുകൊണ്ട് ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ചില ആളുകൾക്ക് ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ മതം മാറ്റുന്നവരാണ്, അല്ലേ? മതം എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുമ്പോ, മതം എന്ന വാക്കിന്റെ അർത്ഥം അഭിപ്രായം എന്നേ ഉള്ളൂ. എല്ലാവർക്കും അഭിപ്രായം പറയും. ലോകത്ത് സർവ്വജനങ്ങൾക്കും അഭിപ്രായം പറയാം. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണം പറയാറുണ്ട്. ചൊരിതണം എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, ചൊരിതണം. ആ ചെടി ഒരു നിരീശ്വരവാദം വീട്ടിൽ നിൽക്കുമെന്നിരിക്കട്ടെ, എത്ര വർഷം വെള്ളമൊഴിച്ചാലും ചൊരിതണം ചൊറിയ തന്നെ ചെയ്യും.
എന്നാൽ അവിടുന്ന് ചൊരുതലത്തെ ചെടി പറിച്ച് എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നവന്റെ ഒരു വീട്ടിന്റെ വീടിന്റെ സൈഡിൽ വെള്ളം ഒഴിച്ച് അത് വളരുവാതിരിക്കട്ടെ. പക്ഷേ എത്ര വർഷം വെള്ളം ഒഴിച്ചാലും എന്തെല്ലാം ചെയ്താലും ചൊറിയുക തന്നെ ചെയ്യും. അതിന് മാറ്റമില്ല. മനുഷ്യൻ മാറേണ്ടത് മതമല്ല, മാറേണ്ടത് നിന്റെ മനസ്സിനാണ് മാറ്റം സംഭവിക്കേണ്ടത്. സുവിശേഷം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിന് മാറ്റം ഉണ്ടാക്കുന്ന ഒരു മാർഗമാണ് സുവിശേഷം. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, ഞങ്ങളുടെ പ്രസംഗത്തിന്റെ കാതലായ വിഷയം ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ചങ്കുറപ്പോടെ ചങ്കൂറ്റത്തോടെ ഏത് കവലയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പ്രസംഗിക്കുന്നത് ആവശ്യമെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഒരു മതത്തിന്റെ ദൈവമല്ല. യേശു ക്രിസ്തു ഒരു മതത്തിന്റെ വക്താവല്ല. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം വന്നതാണ് യേശു. അവൻ സർവ്വജനത്തിനും വേണ്ടി. അതാണ് യേശുവിനെ ജനത്തിന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സർവ്വജനത്തിനും ഉണ്ടാകാനിരിക്കുന്ന മഹാസന്തോഷം. ഇതാണ് യേശുവിനെ കുറിച്ച് പറയുവാൻ ഞാൻ ആവശ്യം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് എത്ര അടിച്ചാലോ ഇടിച്ചാലോ എത്ര തെറി പറഞ്ഞാൽ ആട്ടി ഓടിച്ചാലോ ഞങ്ങൾക്ക് മരിക്കാൻ വരെ തയ്യാറായിക്കൊണ്ട് പ്രസംഗിക്കാൻ കാരണം യേശുവിന്റെ സുവിശേഷം എവിടെ പ്രസംഗിച്ചാലും അവിടെ സമാധാനം ഉണ്ടാകും, അവിടെ സന്തോഷമുണ്ടാകും, അവിടെ വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. സ്തോത്രം. ഇതാണ് സുവിശേഷത്തിന്റെ കാതലായ വിഷയം. സുവിശേഷത്തിന്റെ കാതലായ വിഷയം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. എന്താണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത്? എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഇങ്ങനെ പ്രസംഗിക്കാൻ കാരണം? മറ്റുള്ള അനേക നേതാക്കന്മാരുണ്ട്. ഇങ്ങനെ പറഞ്ഞു, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞനും കാലചക്ര വിപ്ലവത്തിൽ അമർന്നുപോയി. പിന്നെ നമുക്കെന്ത് ശങ്ക, മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ലോകം കണ്ട സകല മഹാന്മാരും മരണമെന്ന മഹാസത്യത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി. അവർക്ക് വേണ്ടി ഇനി ഒരു കാര്യം ശേഷിക്കുന്നില്ല. അവൻ ഞങ്ങൾ ഇവിടെ ഉയർത്തിക്കാണിച്ച കർത്താവായ യേശു അവന് 3 ദിവസമേ കല്ലറയുടെ അകത്ത് ഒതുക്കാൻ കഴിഞ്ഞുള്ളൂ. 3ാമത്തെ ദിവസം ഹേ മരണമേ നിന്റെ ജയം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് 3ാം നാൾ ഒരുവൻ ഉയർത്തെഴുന്നേറ്റു. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകല് ഈ ദേശത്തോട് വിളിച്ചു പറയുന്ന ഒറ്റ കാര്യമുണ്ട്. വിശുദ്ധ തിരുവചനം ഇങ്ങനെ പറയുന്നു, മറ്റ് ഒരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യൻ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. അതുകൊണ്ട് ഈ ദേശത്തോട് ശക്തിയോടെ വിളിച്ചു പറയും, ഒരു നാമമുണ്ട്. ആ നാമത്തിന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന നാമം. ഇത് പറയുന്നതിന് ആവേശമുണ്ടെന്നേ. അപ്പൊ യേശു ആരാണ്? അവൻ മരണത്തെ ജയിച്ചവനാണ്. പിന്നെ ഏറ്റവും അതിന് കാതലായ കാര്യം എന്ന് പറഞ്ഞാൽ യേശു ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അവൻ പാപത്തിന്റെ പരിഹാരമായി നമുക്ക് വേണ്ടി മരിച്ചവനാണ് കർത്താവ് യേശു. എന്തുകൊണ്ടാണ് യേശു മരിക്കാൻ കാരണം? ചില ആളുകൾ ചോദിക്കാറുണ്ട്, യേശുവിനെ കൊന്നതാണോ? അല്ല, മരിക്കാൻ വേണ്ടി സ്വയം ഇറങ്ങി വന്ന ഒരുവനുണ്ടെങ്കിൽ അത് ഞാൻ ഉയർത്തി കാണിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവാണ്. എന്തുകൊണ്ട് യേശു ക്രിസ്തു ഭൂമിയിൽ എന്തുകൊണ്ട് മരിക്കാൻ ഇറങ്ങി വന്നു? എന്തുകൊണ്ട് യേശു ക്രിസ്തു മരിച്ചു? മരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ലഭിച്ചു? ഇത് തിരിച്ചറിയണം. ഞങ്ങൾ ഈ ലഹരി വിരുദ്ധ സന്ദേശ യാത്രയില് ഞങ്ങൾ പറയുന്ന കാര്യമുണ്ട്. ഈ ലഹരി ആണ് എന്തുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തെ തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ലഹരി വന്നതോടെ അവൻ മദ്യത്തിന് അടിമയായി. യഥാർത്ഥമായിട്ട് നമ്മൾ പഠിച്ച് വന്നാൽ യഥാർത്ഥ കാതലായി പറഞ്ഞാൽ വിശുദ്ധ ബൈബിളിന്റെ സ്റ്റൈലിൽ പറഞ്ഞാൽ മനുഷ്യൻ പാപിയായി തീർന്നു. അവൻ പാപിയായി തീർന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവന്റെ സ്നേഹം നഷ്ടപ്പെട്ടു. അവന്റെ അമ്മയെ അവൻ തള്ളിക്കളഞ്ഞു, അപ്പനെ ഉപേക്ഷിച്ചു, മക്കളെ കല്ലിലെറിഞ്ഞു കൊന്നുകളഞ്ഞു. അത് മാത്രമല്ല, സ്വന്തം സഹോദരനെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ സഹോദരനെതിരെ അവൻ വാളെടുക്കാൻ കാരണം അവന്റെ ജീവിതത്തിൽ പാപം വന്നപ്പോഴാണ്. എന്നാൽ ഈ പാപത്തിൽ നിന്ന് ഒരു മാറ്റം സംഭവിക്കണം. പാപത്തിൽ നിന്ന് മാറ്റം സംഭവിക്കാതെ നിനക്കാരെ സ്നേഹിക്കാൻ കഴിയത്തില്ല കേട്ടോ. അല്പനേരത്തെ സ്നേഹിക്കാം, എന്നാൽ യഥാർത്ഥമായിട്ട് സ്നേഹിക്കണമെങ്കിൽ ഈ പാപം നമ്മളിൽ നിന്ന് മാറിപ്പോകണം. ഈ പാപത്തിന് പ്രായശ്ചിത്തം പിന്നെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ പറയും, നീ ചെരിപ്പിടാതെ ഒന്ന് നടന്നു പോകണ്ട. അനേക പുണ്യസ്ഥലങ്ങളിൽ നീ സന്ദർശിക്കേണ്ട. ഞങ്ങൾ പറയും, ഒരുപാട് ഞങ്ങൾക്ക് ഉയർത്തി കാണിക്കാനുണ്ട്. യേശുവിന്റെ മരണത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞില്ല, അതിനപ്പുറം വലിയ സന്തോഷം ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. യേശു ക്രിസ്തു ഏകദേശം 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചു.
അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികളൊക്കെ കർത്താവ് ചെയ്തു. താൻ മരിക്കേണ്ട സമയമായപ്പോൾ തന്നെ പിടിച്ചു. 4 കോടതിയിൽ യേശു ക്രിസ്തുവിനെ മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു കോടതിയും യേശുവിന്റെ മേൽ ഒരു കുറ്റവും കണ്ടില്ല. മാറി മാറി വിസ്തരിച്ച അവസാനം പീലാത്തോസ് ഇങ്ങനെ പറഞ്ഞു, അറിയാമോ, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് യേശു കർത്താവ് കൈ കഴുകി മാറിപ്പോയി. ഇവിടെ ഒരു സംഭവം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന വത്സല ശ്രോതാവേ, നമ്മുടെ തലമുറയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നാം ഒന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അതിനൊരു കാര്യം പറയാം. യേശു കർത്താവ് ക്രൂശ് ചുമന്നുകൊണ്ട് പോകുമ്പോൾ വീണും എഴുന്നേറ്റും കടന്നു പോകുമ്പോൾ അനേക യെരുശലേം സ്ത്രീകൾ യേശുവിന്റെ ഒപ്പം കരഞ്ഞുകൊണ്ടൊപ്പം നടന്നു. അപ്പോൾ യേശു അന്ന് പറഞ്ഞു, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീന്റെ പച്ച മണ്ണിൽ നിന്നുകൊണ്ട് കർത്താവ് യേശു വിളിച്ചു പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ നോക്കി നമ്മുടെ ദേശത്ത് നോക്ക്, നമ്മുടെ എത്ര കുഞ്ഞുങ്ങളാ മദ്യത്തിന് അടിമയായിത്തീരുന്നത്, നമ്മുടെ എത്ര കുഞ്ഞുങ്ങളാ അതുപോലെ കഞ്ചാവിന് അടിമയായിത്തീരുന്നത്, എത്ര കുഞ്ഞുങ്ങളാ വലിയ കുറ്റങ്ങൾ ചെയ്യുന്നത്, എത്ര കുഞ്ഞുങ്ങളാ ആത്മഹത്യ ചെയ്യുന്നത്. ഇന്ന് പകൽ തിരിച്ചറിയണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങള് അതിവിദൂരമല്ലെന്ന് ഇന്ന് മുതൽ മറന്നു പോകരുത്. നമ്മൾ പഠിപ്പിച്ചു എല്ലാം കൊടുത്തിട്ടും അവന് സമാധാനമില്ലാതെ അവൻ കഞ്ചാവിനും അതുപോലെ വലിയ മദ്യത്തിലേക്ക് അടിമയായി അവന്റെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ഇന്ന് പകല് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി യേശു പറഞ്ഞ വാക്ക് എത്ര പേർക്ക് നമ്മൾ ഏറ്റെടുക്കാൻ കഴിയും? നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ ഇന്ന് മുതൽ ദേശവാസികൾ ഒരുങ്ങുവാൻ ഇന്ന് മുതൽ ശക്തമായി വിളിച്ചു പറയുകയാ. ഒരു കാര്യം പറയട്ടെ, ഒരു മാതാവ് അവൾ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ആ തന്റെ ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞാരാണെന്ന് ഈ ലോകത്ത് ആർക്കും അറിയത്തില്ല, ആ മാതാവിനും അറിയത്തില്ല. പക്ഷേ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന 2 പേരുണ്ടെങ്കിൽ ആ മാതാവും ആ പിതാവുമാണ്. കാരണം ഈ വളരുന്ന കുഞ്ഞിന് 2 കണ്ണുണ്ടെന്ന് അവർക്കറിയത്തില്ല, 2 കാലുണ്ടാകുമെന്ന് അവർക്ക് അറിയത്തില്ല, അത് മന്ദബുദ്ധിയാണെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷേ അവർ വലിയ സ്നേഹത്തോടെ ഒത്തിരി ആത്മാർത്ഥയോടെ ആ കുഞ്ഞിനെ അവർ സ്നേഹിക്കുക. അങ്ങനെ ആ കുഞ്ഞ് ജനിച്ചു, അവർക്ക് വലിയ സന്തോഷമായി, പഠിപ്പിച്ചു. അങ്ങനെ പഠിച്ച് വർഷങ്ങൾ കഴിഞ്ഞു പോയി. പക്ഷേ ആ മാതാവിനെ അല്ലേ നീ ചുറ്റുകയെടുത്ത് അടിച്ചു കൊന്നത്, ആ പിതാവിനെ അല്ലേ നീ ഒരു ദാക്ഷ്യം കൂടാതെ അടിച്ചു കൊന്നത്. ഇന്ന് പകൽ സ്നേഹിത മറക്കരുത്, നമ്മുടെ തലമുറ നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ മറക്കരുത്. ഇന്ന് അവിടുന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഞങ്ങൾ വിളിച്ചു പറയും, ആ മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. യേശു ക്രിസ്തുവിൽ കൂടി ഇന്ന് പകല് നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറയ്ക്കും ഒരു മാറ്റം വരുമെന്ന കാര്യം ഇന്ന് മുതൽ ശക്തമായി ഈ ദേശത്ത് നിന്നുകൊണ്ട് ഞാൻ ശക്തമായി പ്രഖ്യാപിക്കുക. അതുകൊണ്ട് യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറയെയും ചൊല്ലി നിങ്ങൾ കരയണം. തീർന്നില്ല. അങ്ങനെ യേശു വീണ്ടും എഴുന്നേറ്റും യേശു ക്രൂശിൽ ചുമന്നുകൊണ്ട് ഗോൽഗോഥയിൽ യേശുവിനെ ക്രൂശിച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ യേശു കിടക്കുകയാണ്. എന്നാൽ 2 കള്ളന്മാരുടെ നടുവിൽ കിടന്നുകൊണ്ട് ഒരു കള്ളൻ യേശുവിനെ ദൂഷിക്കുന്നു, മറ്റൊരുവൻ യേശുവിനോട് പറയുക, നാഥാ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഒന്ന് ഓർക്കണം. യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ഒരു പ്രാവശ്യം വാക്ക് ആവർത്തിക്കുക. ആ കള്ളൻ വലിയ കള്ളനായിരിക്കാം, വലിയ അറിയപ്പെടുന്ന മോഷ്ടാവായിരിക്കാം. പക്ഷേ യേശുവിന്റെ അടുത്ത് വന്നപ്പോൾ, യേശുവിന് വേണ്ടി ഹൃദയത്തെ തുറന്നു കൊടുത്തപ്പോൾ യേശു പറഞ്ഞു, ഇന്ന് ഈ രാജ്യത്തെ പ്രാപിക്കുവാൻ ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. വത്സല ശ്രോതാവേ, നിന്റെ പാപം എത്ര കടുംചുവപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് പറഞ്ഞ ഒരുവനുണ്ടെങ്കിൽ അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഈ ദേശത്ത് നിന്നുകൊണ്ട് പറയാ, നിന്റെ പാപം എത്ര കടുംചുവപ്പായിക്കൊള്ളട്ടെ, നിന്നെ എല്ലാവരും തള്ളിക്കളയട്ടെ, പക്ഷെ ഇന്ന് പകല് നിന്നെ സ്നേഹിക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. അങ്ങനെ യേശുവിനെ 2 കള്ളന്മാരുടെ നടുവിൽ കിടന്നുകൊണ്ട് അവസാനം യേശു വിളിച്ചു പറഞ്ഞ വാക്ക് എന്നെ ഏറെ ചിന്തിപ്പിച്ചു. ആ വാക്ക് ഇങ്ങനെയായിരുന്നു,
സകല ഭൂസി നിവാസികളുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിപ്പീൻ. ഇന്ന് പകല് ഈ ദേശത്തോട് ഞാൻ ശക്തമായി വിളിച്ചു പറയുക, സന്ദർഭങ്ങൾ വിളിച്ചു പറയുക. ഇന്ന് പകൽ യേശു എന്ന ഒറ്റ വാക്ക് വിളിച്ചു പറയുക, സകല ഭൂസി നിവാസികളുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിപ്പീൻ. അതിനർത്ഥം ഞാൻ വിളിച്ചു പറയും, മറ്റൊരുത്തനും രക്ഷയില്ല, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. അതുകൊണ്ട് ഇന്ന് പകല് ഞാൻ ശബ്ദം വിളിച്ചു പറയാം, നിന്റെ ജീവിതത്തിൽ നാളുകളായി സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, കുടുംബത്തിനകത്തെന്നും വേദനയോടെ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകല് ആ യേശുവിന്റെ സ്നേഹം നിന്നെ മാടി വിളിക്കുകയാ. ചോദിക്കട്ടെ, ഒരു രോഗിയായ ഒരു പിതാവോ ഒരു മാതാവോ അല്ലെങ്കിൽ ഒരു കുഞ്ഞോ നിന്റെ കുടുംബത്തിലിരിക്കട്ടെ, എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞെങ്കില്ല, ഇല്ല, ആ യേശുവിനെ മാടി വിളിക്കുക, ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് നിന്നെ മാടി വിളിക്കുക. നീ ആരാണെന്നൊന്നും വിഷയമല്ല. ഇന്ന് പകൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശു ഇവിടെ വന്നിട്ടുണ്ട്, ഈ ദേശത്ത് എന്റെ കഥാവ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങൾ മാടി സ്വാഗതം ചെയ്യുക. ഇന്ന് പകൽ ഞാൻ ഒരു വാക്ക് നിങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ അവസ്ഥ ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കുടുംബം ഏതുമായിക്കൊള്ളട്ടെ, ഇന്ന് പകൽ എല്ലാവരും നിങ്ങളെ കൈവിട്ടിരിക്കാം, നിങ്ങൾ സ്നേഹിക്കാൻ ആരും നിങ്ങൾ അടുത്തില്ലായിരിക്കാം. പക്ഷേ യേശു നിങ്ങളുടെ വരികയാണ്. എങ്ങനെയാണ് ഈ രക്ഷ നമുക്ക് ലഭിക്കുന്നത് അറിയാമോ? യേശു ക്രിസ്തുവിൽ കൂടെ രക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെരിപ്പിടാതെ നടക്കണ്ട, നിങ്ങൾ വേറെ ഒരു വലിയ പുണ്യ സ്ഥലത്ത് സന്ദർശിക്കണ്ട. നിങ്ങൾ ഇരിക്കുന്ന ഏത് ഇരിപ്പിടത്തിലായാലും നിങ്ങളെ ആര് കാണണ്ട, നിങ്ങൾ ആരും അറിയണ്ട. പക്ഷെ ഞാൻ പറയുന്ന ഒറ്റ വാക്ക് നിങ്ങൾക്ക് ഏറ്റു പറയാൻ കഴിയുമോ? ഇന്ന് പകല് സമമായി നിന്നുകൊണ്ട് ഈ പ്രദേശത്തോട് ചോദിക്കുക, ആ യേശുവിന്റെ സ്നേഹം ഇന്ന് പകൽ ഈ പ്രദേശത്തോട്, ഇന്ന് പകൽ നീ ഇരിക്കുന്ന അടുത്ത് യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് പകൽ നിന്റെ രോഗം ഏതുമായിക്കൊള്ളട്ടെ, ഡോക്ടർ ഉപേക്ഷ ഏതോ അവസ്ഥയുമായിക്കൊള്ളട്ടെ, പക്ഷേ ഇന്ന് പകൽ നിന്നെ സ്നേഹിക്കുന്ന യേശു നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഒറ്റ വാക്ക്, ഒറ്റ പ്രാർത്ഥന, ഇത്ര മാത്രമേ ഉള്ളൂ. ആ യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, എന്റെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേർക്ക് പറയാൻ കഴിയും? ഇന്ന് പകലിന് ആ യേശുവിന്റെ സ്നേഹം നിങ്ങളെ മാടി വിളിക്കുക. നിന്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതായിരിക്കുന്നുവെങ്കിൽ ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് നിന്നെ മാടി വിളിക്കുക. ചോദിക്കട്ടെ സ്നേഹിത, നീ എത്ര ദിവസമായി ഉറങ്ങിയിട്ട് നിനക്ക് ഉറങ്ങാൻ പോലും കഴിയാതെ രാത്രിയാമങ്ങളില് നീ ആയിരിക്കുന്നുവെങ്കിൽ, നീ നാളെ ആത്മഹത്യ ചിന്തിച്ചിരിക്കുന്നത് വേണ്ട സഹോദര, യേശു നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. എല്ലാത്തിനും പരിഹാരത്തിനൊറ്റ ഉത്തരം കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇന്ന് പകൽ യേശുവിനെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം ഇരിക്കുന്ന സ്ഥലത്ത് ഒന്ന് ദൈവമേ, ആ യേശു, നിങ്ങൾ നാളുകളായി ഒരു യേശു ആരാണെന്ന് ഒന്നും അറിയിട്ടുള്ള വ്യക്തിയായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഇന്ന് ഈ നിമിഷം ചിന്തിച്ചേ, ആ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കാം. യേശു എനിക്ക് വേണ്ടി മരിച്ചു, എന്റെ പാപത്തിന് പ്രായശ്ചിത്തത്തോടെ യേശു മരിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേർക്ക് വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ഇന്ന് ഈ രക്ഷ നിങ്ങളുടെ കുടുംബത്തിൽ വരുന്ന ദിവസമാ. ഇന്ന് പകൽ ഈ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സമാധാനമാ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞാൻ സ്നേഹിക്കുന്ന സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ ദേശത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രദേശത്തെ കടന്നു വന്ന കർത്താവ്, നിന്റെ അഭിഷേക്തന്മാരെ ഞങ്ങൾ ഒരുമിച്ച് ഈ ദേശത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേട്ട ആരെങ്കിലും കർത്താവേ ഭാരത്തോടെ, പ്രയാസത്തോടെ, ദുഃഖത്തോടെ, വേദനയോടെ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവേ, അവരുടെ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ വ്യാപരിക്കണ കർത്താവേ. ഇന്ന് പകൽ ദൈവ ശക്തിയാണ് വ്യാപരിക്കണ കർത്താവേ. ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ദേശത്തിനെതിരെ നിൽക്കുന്ന കർത്താവേ, എല്ലാ ആത്മകത്തിന്റെ ശക്തികൾ മാറിപ്പോണ കർത്താവേ, വലിയ സമാധാനം ഈ ദേശത്ത് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ അവർ കൃഷി സമ്പത്തും മൃഗസമ്പത്തും ജോലി വാഴുന്ന സർവത്തെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കൊണ്ടുവന്നിരുന്നു പ്രാർത്ഥനയായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കണം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. കേൾക്കപ്പെട്ട അനുഗ്രഹീതമായ ദൈവിക ആലോചനകൾക്ക്